പി ശ്രീകുമാർ, ഇന്ന് ആ മാധ്യമപ്രവർത്തക നടത്തിയ ഫേസ്ബുക്ക് പോസ്റ്റ് താങ്കൾ കണ്ടിട്ടുണ്ടാകും. ആ ഫേസ്ബുക്ക് പോസ്റ്റിന് ശേഷം താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? രാഹുലിന്റെ നില രാഷ്ട്രീയമായി കുറച്ചുകൂടി പരിങ്ങലിലായി എന്നാണ്. നോക്കൂ ഡോക്ടർ അരുൺകുമാർ, ഞാനിവിടെ എത്ര പറഞ്ഞാലും രാഹുലിനെ സംരക്ഷിക്കാനല്ല ശ്രീകുമാർ വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. അങ്ങനെ അത് പറയല്ലേ. എന്റെ ചോദ്യം സ്ട്രേറ്റ് ആയിരുന്നു. ഇവിടെ ആ മാധ്യമപ്രവർത്തകയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടതിന് ശേഷം മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ തോന്നിയത് എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. അതായത് കേരളത്തിലെ ഏത് വനിതയാണെങ്കിലും ശരി, ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുകയാണെങ്കിലും അവരെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ആക്ഷേപിക്കുകയാണെങ്കിലും അതിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു ആളാണ് ഞാൻ. എനിക്കതിൽ യാതൊരു മാറ്റവുമില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുപ്രവർത്തകൻ സംശുദ്ധ രാഷ്ട്രീയം കൊണ്ടു നടക്കണം. അതിൽ ആ സംശയമില്ല. ആ സംശുദ്ധ രാഷ്ട്രീയത്തിന് വിരുദ്ധമായിട്ട് അയാൾ എന്ത് പ്രവൃത്തി ചെയ്താലും, അത് ചെറുതായാലും വലുതായാലും, ഒരെണ്ണമായാലും 10 100 തീവ്രത കുറഞ്ഞതാണെങ്കിലും കൂടിയതാണെങ്കിലും എതിർക്കപ്പെടണം. അതും പക്ഷേ അതിനെ ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം എടുത്ത നടപടിയുമായി കൂട്ടിക്കെട്ടി വഷളാക്കാൻ കള്ളക്കഥ കൊണ്ടുവരികയും തെറ്റായ ന്യായീകരണം കൊണ്ടുപോയി ശ്രമിക്കുമ്പോൾ ആ പാർട്ടിയെ ന്യായീകരിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്, അല്ലാണ്ട് വ്യക്തിയല്ല. രാഹുൽ മാങ്കുട്ടത്തിൽ പ്രഥമദൃഷ്ട്യാ തെറ്റ് ചെയ്തെന്ന് ബോധ്യപ്പെട്ട ഒരു പാർട്ടി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. ഈ നടപടി ഒരു രാഷ്ട്രീയ കക്ഷിക്കും കേരളത്തിന് എടുത്തിട്ടില്ല, എടുക്കാനുള്ള ധൈര്യവുമില്ല. ശരി. Debate with Dr. Arun Kumar.